ഹായ്, ഞാൻ ഡോക്ടർ പ്രിയ, Q1 ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ്. ഇപ്പോൾ മഴക്കാലമൊക്കെ തുടങ്ങിയ സാഹചര്യത്തിൽ കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്നവരിൽ വരെ കാണുന്ന ബുദ്ധിമുട്ടാണ് തലവേദന, മൂക്കടപ്പ്, അതുപോലെ ചെവി വേദന തുടങ്ങിയ ബുദ്ധിമുട്ടുകളൊക്കെ. ഇതൊക്കെ ഒരു പരിധി വരെ ചിലപ്പോൾ സൈനസിന് ഇൻഫെക്ഷൻ വരുന്നതുകൊണ്ടാവാം. ഇന്ന് നമുക്ക് എന്താണ് സൈനസൈറ്റിസ് എന്നും എന്തുകൊണ്ടുണ്ടാവുന്നതെന്നും നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാമെന്നും നോക്കാം. എന്താണ് സൈനസൈറ്റിസ് എന്ന് നോക്കുന്നതിന് മുമ്പ് എന്താണ് സൈനസ് എന്ന് നോക്കാം. നമ്മുടെ മൂക്കിന് രണ്ട് സൈഡിലായിട്ട് കാണുന്ന വായു അറകളാണ് സൈനസുകൾ. ഈ വായു അറകളിലൂടെയാണ് നമ്മൾ ശ്വസിക്കുന്ന ശ്വാസം കയറി നമ്മുടെ ലങ്സിലോട്ട് എത്തുന്നത്. ഓരോരുത്തരിലും ഈ വായു അറകളുടെ രൂപവും വലുപ്പവും ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. നമ്മൾ ജനിക്കുന്ന സമയത്ത് ഈ വായു അറകൾ അഥവാ സൈനസിൻ്റെ വളർച്ച പൂർണ്ണമാവുന്നില്ല. നമുക്ക് പ്രധാനമായും മൊത്തത്തിൽ 4 സൈനസുകളാണുള്ളത്. നമ്മുടെ കവിളിൻ്റെ ഉൾഭാഗത്തായി കാണുന്ന മാക്സിലറി സൈനസുകൾ, നമ്മുടെ പുരുകത്തെ മുകളിൽ നെറ്റി ഭാഗത്തായി കാണുന്ന ഫ്രോണ്ടൽ സൈനസ്, അതുപോലെ കണ്ണിൻ്റെ 2 സൈഡിലായി കാണുന്ന എത്മോയിഡ് സൈനസ്, നമ്മുടെ സിരസിൻ്റെ മധ്യഭാഗത്തൂടി പോകുന്ന സ്ഫിനോയിഡ് സൈനസ്. ഈ സൈനസിൻ്റെ 2 സൈഡിലും നമ്മൾ മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യുന്ന ചെറിയ കോശങ്ങളാണുള്ളത്. അതൊരു മിനിമം എമൗണ്ട് മ്യൂക്കസ് നോർമലി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ കോശങ്ങൾക്ക് ചെറിയ രോമങ്ങളുണ്ട്. ഈ രോമങ്ങളുടെ സഹായത്തോടെയാണ് ഈ മ്യൂക്കസ് ഈ സൈനസിലൂടെ ഒഴുകുന്നത്. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഈ സൈനസിൻ്റെ ധർമ്മങ്ങളെന്ന് നോക്കാം. പ്രധാന ധർമ്മം നമ്മൾ ശ്വസിക്കുന്ന ശ്വാസത്തിന് ഈർപ്പമുണ്ടാക്കുക, അതുപോലെ നമ്മൾ ശ്വസിക്കുന്ന ശ്വാസത്തിൽ ചൂട് നിലനിർത്തുക, അതുപോലെ നമ്മൾ ശ്വസിക്കുമ്പോൾ എന്തെങ്കിലും ഇൻഫെക്ഷസ് ആയിട്ടുള്ള മെറ്റീരിയലോ അല്ലെങ്കിൽ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുക. അതുപോലെ നമ്മുടെ തലയോട്ടിയുടെ ഭാരം കുറയ്ക്കാനും ഈ സൈനസുകൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. എന്തുകൊണ്ടൊക്കെയാണ് സൈനസൈറ്റിസ് ഉണ്ടാകുന്നത് നോക്കാം. ഏറ്റവും പ്രധാന കാരണം നമ്മുടെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന ചേഞ്ച്. നമുക്ക് തണുപ്പ് അല്ലെങ്കിൽ മഴക്കാലമൊക്കെ ആകുമ്പോൾ ഇൻഫെക്ഷനുള്ള ചാൻസ് കൂടുതലാണ്. അതുവഴി നമുക്ക് സൈനസിന് ഇൻഫെക്ഷൻ വരാം. നമ്മുടെ അതുപോലെ തന്നെ എന്തെങ്കിലും എയർ പൊല്യൂഷൻ, വായു മലിനീകരണമൊക്കെ ഉള്ള ഏരിയയിലാണെങ്കിൽ സൈനസൈറ്റിസിനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ നമ്മുടെ പല്ലിന് എന്തെങ്കിലും കേട് അല്ലെങ്കിൽ മോണയ്ക്ക് എന്തെങ്കിലും വീക്കോ ഒക്കെ ഉള്ളവർക്കും സൈനസൈറ്റിസിനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ മൂക്കിൻ്റെ ഘടനയിലോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു രൂപത്തിനൊക്കെ എന്തെങ്കിലും വ്യത്യാസമുള്ളവർക്കും സൈനസൈറ്റിസിനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ കുറഞ്ഞ അളവിൽ ഈ അസിഡിക് പ്രോബ്ലം, ഗ്യാസ്ട്രോ ഈസോഫാജൽ റിഫ്ലക്സ് ഡിസീസ് GORD എന്ന് പറയുന്ന കണ്ടീഷൻ ഉള്ളവർക്കും സൈനസൈറ്റിസ് കൂടുതലായിട്ട് ഉണ്ടാകുന്നതായി കാണുന്നുണ്ട്. ഇനി എങ്ങനെയാണ് നമുക്ക് സൈനസിന് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് നോക്കാം. പറഞ്ഞതുപോലെ ഈ സൈനസിന് നോർമലി എപ്പോഴും ഒരു കുറഞ്ഞ അളവിൽ ഒരു മിനിമം എമൗണ്ടിൽ മ്യൂക്കസ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ എന്തെങ്കിലും ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഈ മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യുന്ന കോശങ്ങൾക്ക് വീക്കം ഉണ്ടാവും. വീക്കം ഉണ്ടാകുമ്പോൾ മ്യൂക്കസിൻ്റെ സെക്രീഷൻ കൂടും. കുറച്ച് കൂടിയ അളവിലായിട്ട് മ്യൂക്കസ് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കും. ഇങ്ങനെ ഉണ്ടാവുന്നത് കൊണ്ട് നമുക്ക് മ്യൂക്കസിന് കറക്റ്റായിട്ട് ആ ഒരു സൈനസിലൂടെ ഒഴുകാനുള്ള ബുദ്ധിമുട്ട് വരും. അങ്ങനെ മ്യൂക്കസ് കെട്ടിക്കിടക്കാൻ നിൽക്കും. ഇങ്ങനെ കെട്ടിക്കിടക്കുന്നതിൽ എന്തെങ്കിലും ബാക്ടീരിയോ വൈറലോ ആയിട്ടുള്ള ഓർഗാനിസംസ് വളരുന്നത് വഴിയാണ് നമുക്ക് സൈനസിന് ഇൻഫെക്ഷൻസ് മെയിൻലി ഉണ്ടാവുന്നത്. ഇനി എന്തൊക്കെയാണ് സൈനസൈറ്റിസിൻ്റെ രോഗലക്ഷണങ്ങൾ നോക്കാം. സൈനസൈറ്റിസ് അക്യൂട്ടായിട്ട്, അതായത് പെട്ടെന്നും വരാം, ക്രോണിക്കായിട്ട് കുറച്ച് കാലം നീണ്ടു നിൽക്കുന്ന രീതിയിലും കാണിക്കാറുണ്ട്. പെട്ടെന്നെന്ന് പറയുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന എന്തെങ്കിലും ചെറിയ ഇൻഫെക്ഷൻസ് ഒക്കെ വഴി അത് കൂടുതലും ബാധിക്കുന്നത് നമ്മുടെ കവിളിൻ്റെ ഉള്ളിലുള്ള സൈനസ്, മാക്സിലറി സൈനസിനെയും നമ്മുടെ പുരുകത്തിന് മുകളിലുള്ള ഫ്രോണ്ടൽ സൈനസിനെയാണ്. അപ്പോൾ കഠിനമായ തലവേദന, നമുക്ക് തല കുനിക്കുമ്പോൾ വരെ വേദനയായിരിക്കും, കണ്ണിന് വേദന, പിൻഭാഗത്ത് വേദന, ഇതൊക്കെയാണ് കൂടുതലും അക്യൂട്ടായിട്ട് കാണുന്നത്. ഇനി ഇതുപോലെ തന്നെ ക്രോണിക് ആയിട്ടും സൈനസൈറ്റിസ് കാണാറുണ്ട്. ക്രോണിക് എന്ന് പറയുമ്പോൾ 12 ആഴ്ചയിൽ കൂടുതൽ വരെ നിൽക്കുന്ന സൈനസൈറ്റിസുകൾ കാണാറുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് തലവേദനയേക്കാളും ഉപരി നമുക്ക് മൂക്കടപ്പ്, അതിൻ്റെ ഭാഗമായിട്ട് ചെവിക്ക് വേദന, അതുപോലെ നമ്മുടെ ശബ്ദമൊക്കെ മാറി തുടങ്ങുന്നതായി കാണാം. പ്രധാനമായും സൈനസൈറ്റിസിൻ്റെ വേദന എന്ന് പറയുമ്പോൾ തലവേദനയാണ്. അതുപോലെ തല കുനിക്കാനാണ് മെയിൻലി ബുദ്ധിമുട്ട്. കൂടുതലും രാവിലെ എണീക്കുമ്പോഴാണ് എനിക്കും ബുദ്ധിമുട്ടുണ്ടാവുക. അതുപോലെ കണ്ണിൻ്റെ സൈഡിൽ, കണ്ണിൻ്റെ പിൻഭാഗത്തൊക്കെ വേദന വരും. അപ്പോഴത്തേക്കും കഫം എല്ലാം നിറയുന്നത് കൊണ്ട് നമ്മൾ മൂക്ക് ശക്തമായി ചീറ്റുകയാണെങ്കിൽ ചെറിയ രീതിയിൽ രക്തം കാണാൻ പറ്റും. ഇതൊരു ഫ്രഷ് ബ്ലഡ് ആണെങ്കിൽ ഉള്ളിൽ ചെറിയ ആർട്ടറികളൊക്കെ പൊട്ടുന്നത് വഴിയാണ്. ചിലപ്പോൾ സൈനസിൻ്റെ ഇൻഫെക്ഷൻ കൂടുന്നത് വഴി കഫത്തിൽ കറുത്ത നിറത്തിലുള്ള രക്തം വരെ കാണാറുണ്ട്. ചിലർക്കാണെങ്കിൽ പല്ലിന് ഇൻഫെക്ഷൻ വന്നിട്ട് ആണ് സൈനസൈറ്റിസ് വരുന്നതെങ്കിൽ നമ്മൾ വായിക്കും, അതുപോലെ നമ്മൾ ശ്വസിക്കുന്ന ശ്വാസത്തിനും ഒരു ദുർഗന്ധം വരെ നമുക്ക് കാണാറുണ്ട്. ഇനി നമുക്ക് സൈനസൈറ്റിസ് എങ്ങനെ തിരിച്ചറിയാൻ നോക്കാം. നമ്മൾ ഒരു ഡോക്ടറെ അടുത്ത് പോകാൻ തന്നെ വീട്ടിൽ തന്നെയാണെങ്കിലും നമ്മളിങ്ങനെ സൈനസിലൊക്കെ അമർത്തി നോക്കുമ്പോൾ നമുക്ക് വേദന തരാം. അതുപോലെ തല കുനിക്കുമ്പോഴൊക്കെയുള്ള വേദനയാണെങ്കിൽ, തല അനക്കുമ്പോൾ വേദന, മൂക്കിൻ്റെ പാലത്തിനൊക്കെ വേദന, അങ്ങനെയൊക്കെയാണ് നമുക്ക് തോന്നുന്നതെങ്കിൽ അത് കൂടുതലും സൈനസൈറ്റിസ് കൊണ്ടായിരിക്കും. ഇതിന് ഉപരിയായിട്ട് നമുക്ക് എക്സ്റേ എടുക്കുമ്പോൾ നമ്മുടെ ആ ക്യാവിറ്റി, വായു അറകളിലൊക്കെ കഫം നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് എക്സ്റേയിൽ കാണാം. ഇപ്പോൾ ഒരു ക്രോണിക് ആയിട്ടുള്ള ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന സൈനസൈറ്റിസ് ആണെങ്കിൽ നമ്മൾ CT സ്കാൻ വരെ എടുക്കാറുണ്ട്. അതിലും നമുക്ക് ആ സൈനസിലൊക്കെ ആ മ്യൂക്കസിൻ്റെ കെട്ടിക്കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി സൈനസൈറ്റിസ് എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ആണ് ഉണ്ടാകുന്നത് നോക്കാം. നമ്മൾ പറയുമ്പോൾ ഒരു തുമ്മലായിട്ടോ അല്ലെങ്കിൽ ഒരു ചെറിയ ഇൻഫ്ലുവൻസയുടെ സിംറ്റംസ് ഒക്കെ ആയിട്ടോ അല്ലെങ്കിൽ മൂക്കടപ്പ്, ചെറിയ ചെറിയ ലക്ഷണങ്ങളൊക്കെ ആയിട്ട് കാണുന്നെങ്കിലും ഇത് നമുക്ക് നമ്മളെ തലച്ചോറിനെ വരെ ബാധിക്കുന്ന രീതിയിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം. ആദ്യം ഇത് കണ്ണിനും നമ്മുടെ തലച്ചോറിനും
അടുത്താണ് നമ്മുടെ സൈനസുകൾ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ കണ്ണിനെ ബാധിക്കുന്നതിന് കാരണമായിട്ട് കണ്ണിന് കാഴ്ച കുറയാം, അതിലേക്ക് ചിലപ്പോൾ രണ്ടായിട്ട് കാണാം, വസ്തുക്കളൊക്കെ രണ്ടായിട്ട് കാണാം, കണ്ണിന് പുറകിൽ കഠിനമായ വേദന വരാം. അതുപോലെ തന്നെ ഇത് നമ്മുടെ തലച്ചോറിനെ ബാധിച്ചിട്ട് മിനിഞ്ചൈറ്റിസ് വരാം. അതുപോലെ നമ്മുടെ മുഖത്തുള്ള അസ്ഥികളെയൊക്കെ ഇത് ഇൻഫെക്ഷൻ വന്നിട്ട് അങ്ങനെയും നമുക്ക് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. ഇനി നമുക്ക് എങ്ങനെ സൈനസൈറ്റിസ് മാനേജ് ചെയ്യാൻ നോക്കാം. ഇത് നമ്മൾ ആദ്യമൊക്കെ തന്നെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെറിയ പൊടിക്കൈകളൊക്കെ വെച്ച് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല, ചെറിയ അസുഖമാണല്ലോ എന്ന് കരുതി വേണ്ടത്ര ശ്രദ്ധ നൽകാതിരിക്കുമ്പോഴാണ് ഇത് കോംപ്ലിക്കേഷനിലോട്ടൊക്കെ പോവുകയുള്ളൂ. അപ്പം ചെറിയ ഇൻഫെക്ഷൻസ് ഒക്കെ മാക്സിമം നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാൻ നോക്കുക. ഇപ്പോഴത്തെ കണ്ടീഷനിലൊക്കെ ആണെങ്കിൽ മാസ്ക് ഒക്കെ വെച്ചിട്ട് പോകുന്നത് വഴി നമുക്ക് ഒരുപാട് ഇൻഫെക്ഷൻസ് ഒക്കെ വരാതെ ശ്രദ്ധിക്കാം. അത് തടയാനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ്. അതുപോലെ തന്നെ ഇപ്പം ചെറിയ ഇൻഫെക്ഷൻസ് ഒക്കെ വന്ന് അതിൽ കഫക്കെട്ടൊക്കെ തുടങ്ങുന്ന സമയത്താണെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്ന് ആവി പിടിക്കാം. ആവി പിടിക്കുമ്പോൾ നമ്മുടെ ആ നീർക്കെട്ട്, മ്യൂക്കസ് സെൽസിൻ്റെ നീർക്കെട്ട് കുറയ്ക്കാൻ വേണ്ടി ആവി പിടിക്കുന്ന വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ആവി പിടിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ആ വെള്ളത്തിൽ മഞ്ഞപ്പൊടി ഇട്ടിട്ട് ആവി പിടിച്ചാൽ എന്തെങ്കിലും ബാക്ടീരിയൽ വൈറൽ ഗ്രോത്ത് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ആവി പിടിക്കുന്ന വെള്ളം നമ്മൾ തുണിയിലൊക്കെ മുക്കിയിട്ട് നമുക്ക് വേദനയുള്ള സൈനസുകൾ പിടിക്കുന്നതും നമുക്ക് നല്ല ആശ്വാസം കിട്ടും. അതുപോലെ തന്നെ പനിക്കൂർക്ക, തുളസി തുടങ്ങിയ ഔഷധ ഗുണമുള്ള ചെടികൾ ഇട്ടിട്ട് ആവി പിടിക്കുന്നതും വളരെ നല്ലതാണ്. അതുപോലെ ഇങ്ങനെ ഇൻഫെക്ഷൻസ് ഒക്കെ തുടങ്ങുന്ന സമയമാണെങ്കിൽ മാക്സിമം AC-യുടെ ഉപയോഗം കുറയ്ക്കുക. അതുപോലെ ഫാനൊക്കെ ഒരുപാട് സ്പീഡ് കൂട്ടിയിടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ ഈ ഒരു കാലാവസ്ഥയൊക്കെ മാറുന്ന സമയത്ത് വിയർത്ത ഉടനെ തന്നെ AC കയറിയിരിക്കുന്നതും അതുപോലെ കുളിച്ച ഉടനെ തന്നെ വെയിൽ കൊള്ളുക, ഇങ്ങനെ പെട്ടെന്നുണ്ടാവുന്ന ഈ ടെമ്പറേച്ചർ വേരിയേഷൻ നമുക്ക് നീർക്കെട്ടുണ്ടാവുകയും അത് സൈനസിൽ ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാനുള്ള ചാൻസ് കൂട്ടുകയേ ഉള്ളൂ. ഈ ഇൻഫെക്ഷൻസ് ഒക്കെ തടയാൻ വേണ്ടി വ്യക്തി ശുചിത്വം വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ പല്ലിൻ്റെയും മോണയുടെ ഒക്കെ ആരോഗ്യം, ഇങ്ങനെ ചെറിയ പല്ലുവേദന അങ്ങനെയൊക്കെ തുടങ്ങുകയാണെങ്കിൽ മാക്സിമം എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം. സ്വയം ചികിത്സിക്കുമ്പോഴത്തേക്കുമാണ് ഇൻഫെക്ഷൻസ് കൂടിയിട്ട് സൈനസിനൊക്കെ ഇൻഫെക്ഷൻ ആവുക. അതുപോലെ അലർജി ഉള്ളവരിൽ, തുമ്മലൊക്കെ സ്ഥിരമായിട്ട് നിൽക്കുന്നവരാണെങ്കിൽ അവർക്കൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും ആ ഒരു തുമ്മലിനും അലർജിയൊക്കെ കുറയ്ക്കാൻ ഏറ്റവും നല്ലൊരു ടിപ്പാണ് ഒരു സ്പൂൺ തേനെടുക്കുക, അതിൽ 1-2 തുള്ളി നാരങ്ങാ നീര് ഇടയ്ക്കൊക്കെ കഴിക്കുന്നത് നമ്മുടെ അലർജിയൊക്കെ കുറയ്ക്കാനായിട്ട് കാണുന്നുണ്ട്. ഇനിയിപ്പം ഈ സൈനസൈറ്റിസ് ഒക്കെ വന്നിട്ടുള്ള ഒരു കണ്ടീഷനാണെങ്കിൽ നമ്മൾ മാക്സിമം മൂക്കൊക്കെ ശക്തമായിട്ട് ചീറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ ചെറിയ ആർട്ടറീസ് ഒക്കെ പൊട്ടുകയും അത് നമുക്ക് വീണ്ടും കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ശക്തമായിട്ട് മൂക്ക് ചീറ്റുന്ന വഴി നേസൽ പോളിപ്പൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇങ്ങനെയൊക്കെ ഒരുവിധമൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് സൈനസൈറ്റിസ്. ഇതിന് പുറമെ ഹോമിയോപ്പതിയിലും ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ്. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി.